Welcome back to Love English with Sel. In the last video, we have seen the end of the Stuart rule in England. What all things have happened during the reign of the Stuart rulers? അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അവരുടെ ഒരു എൻഡിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് ദ ഹനോവേറിയൻ റൂളേഴ്സ് ആണ്. ഹനോവേറിയൻ റൂളേഴ്സിൻ്റെ ഭരണം എങ്ങനെയായിരുന്നു, ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട റൂളേഴ്സ്, അവരുടെ റൂളിംഗ് പീരീഡിൽ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ ത്രോൺ റൂമിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഹിസ്റ്ററി. ഹനോവേറിയൻ ഇംഗ്ലണ്ട് 1714 മുതൽ 1901 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന റൂളേഴ്സ്, അവരെയാണ് നമ്മൾ ഹനോവേറിയൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഹനോവേറിയൻ കിങ് ആരാണ് നമുക്ക് നോക്കാം. ജോർജ് ഫസ്റ്റ് ആണ് ഈ ഒരു റൂളിംഗ് ഹൗസിലെ ആദ്യത്തെ മൊണാർക്ക് എന്ന് പറയുന്നത്. ദ റെയിൻസ് ഓഫ് ജോർജ് ഫസ്റ്റ് ആൻഡ് ജോർജ് സെക്കൻഡ്, ആദ്യത്തെ ഈ രണ്ട് കിങ്സിനെ എടുക്കുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ജർമ്മൻ ജോർജസ്. ഇതിന് കാരണമുണ്ട്. എന്താണെന്നല്ലേ, ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇവർ ജനിച്ചതോ വളർന്നതോ ഒന്നും തന്നെ ഇംഗ്ലണ്ടിലല്ല, ഇവർ വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. സോ നമ്മൾ ഈ ആൾക്കാരെ വിളിക്കുന്നത്, ജോർജ് ഫസ്റ്റിനെയും ജോർജ് സെക്കൻഡിനെയും എന്ത് വിളിക്കുന്നു? ജർമ്മൻ ജോർജസ് എന്ന് വിളിക്കുന്നു. ജോർജ് ഫസ്റ്റ് was the first Hanoverian monarch of Great Britain and Ireland, but was not a fluent speaker of English. ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് ജർമ്മൻ ആയിരുന്നു. ബിക്കോസ് ഹി വാസ് എ നേറ്റീവ് ഓഫ് ജർമ്മനി അല്ലേ. ഈ ഒരു കാരണത്താൽ തന്നെ ഹി വാസ് റിഡിക്യൂൾഡ് ഫോർ ദിസ് ബൈ ഹിസ് ബ്രിട്ടീഷ് സബ്ജക്ട്സ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രജകൾ എല്ലാം തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കളിയാക്കിയിരുന്നു. ഓക്കെ. Although times had changed and most of Britain was now Protestant, George still had to fend off opposition from several Scottish Jacobites, but any rebellion was swiftly crushed. ഓക്കെ, നമുക്ക് കാണാം നമ്മുടെ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റിലൂടെ തന്നെ നമ്മൾ കണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റൻസ് മാത്രമേ ഇനി അധികാരത്തിൽ വരാവുള്ളൂ എന്നുള്ള രീതിയിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. വില്യമും മേരിയുടെ ടൈം വരെ നമ്മളത് കാണുന്നതാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് വന്നതോടുകൂടി. അപ്പോൾ ഇതാ ഇവിടെ വരുന്ന റൂളേഴ്സിനെതിരെ അവിടെ ജാക്കോബൈറ്റ്സിൻ്റെ ഭാഗം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാനുണ്ട്. ഒരു പ്രതിരോധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. സോ ഇത്തരത്തിലുണ്ടാകുന്ന റെബല്യൻസിനെല്ലാം തന്നെ കാലാകാലങ്ങളിൽ അടിച്ചൊതുക്കാനും അടിച്ചമർത്താനും ഈ കിങ് ശ്രദ്ധിച്ചിരുന്നു. അല്ലെങ്കിൽ രാജാവിന് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ ഉണ്ടാകുന്ന റെബല്യൻസിനെല്ലാം ക്രഷ് ചെയ്യുക എന്നൊരു ദൗത്യം രാജാവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു റീനിൽ നമുക്ക് കാണാം ഈ മൊണാർക്കിയുടെ പവേഴ്സ് എല്ലാം തന്നെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യപ്പെടുകയും അതേസമയം മോഡേൺ ക്യാബിനറ്റ് സിസ്റ്റം, മോഡേൺ പാർലമെൻ്ററി സിസ്റ്റത്തിന് വളരെയധികം ഒരു പ്രോഗ്രസ് കിട്ടുകയും ചെയ്യുന്നു. ഒരു പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ വരുമ്പോഴും നമുക്ക് കാണാം പാർലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. We can see George I was active in directing British foreign policy during his early years. 1714 അധികാരത്തിലെത്തുന്ന ഇദ്ദേഹം 1720s ഒക്കെ ആയപ്പോഴേക്കും തന്നെ ഈ ഫോറിൻ പോളിസിയിലൊക്കെ വളരെയധികം ഒരു ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. In 1717, he contributed to the creation of the Triple Alliance, an anti-Spanish league composed of Great Britain, France and United Provinces of the Netherlands. നമുക്ക് കാണാം 1717 ആകുമ്പോഴേക്കും ഇദ്ദേഹം അയൽ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും നെതർലൻഡ്സുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടി വെച്ചാൽ അവരുടെ ജന്മശത്രുവായിട്ടുള്ള ബ്രിട്ടൻ്റെ ജന്മശത്രുവായിട്ടുള്ള സ്പെയിനിന് എതിരെ ഒരു സഖ്യകക്ഷിയെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സഖ്യം ഉണ്ടാക്കിയെടുത്തു. ആരൊക്കെ തമ്മിലാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലൻഡ്സിൻ്റെ കുറേയധികം യുണൈറ്റഡ് പ്രൊവിൻസസ്. ഓക്കെ, അപ്പോൾ 1717 ഈ ഒരു ട്രിപ്പിൾ അലയൻസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിൽ 1718 ആയപ്പോഴേക്കും ഈ ഒരു സഖ്യത്തോടൊപ്പം ഹോളി റോമൻ എംപയറും കൂടെ ആഡ് ചെയ്യപ്പെട്ടു. ഇറ്റ് വാസ് ആഡഡ് ടു ദ ബോഡി വിച്ച് ബിക്കെയിം ഗ്രാജുവലി നോൺ ആസ് ക്വാഡ്രപ്പിൾ അലയൻസ്. ട്രിപ്പിൾ അലയൻസ് ഇപ്പോൾ എന്തായി മാറി? 4 പേരുള്ള ഒരു അലയൻസ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ക്വാഡ്രപ്പിൾ അലയൻസ്. ക്ലിയർ ആണല്ലോ. ഇനി 1719 ആയപ്പോഴേക്കും ഇംഗ്ലണ്ട് ഫേസ്ഡ് ക്രൈസിസ്. ഇറ്റ് ഈസ് നോൺ ആസ് സൗത്ത് സീ ബബിൾ ക്രൈസിസ്.
ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എക്കണോമിക് ക്രൈസിസ് ആണ്. അതോടുകൂടി തന്നെ ജോർജ് ഫസ്റ്റും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സും ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി വളരെയധികം എക്സ്ട്രീംലി അൺപോപ്പുലറായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. One of the responsible ministers died and the other resigned. ഓക്കെ, ഈ ഒരു ക്രൈസിസിന് കാരണമായ മിനിസ്റ്റേഴ്സിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾ റിസൈൻ ചെയ്യുകയും ചെയ്തതോടുകൂടി ഹിയർ കംസ് അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് സർ റോബർട്ട് വാൾപോൾ. റോബർട്ട് വാൾപോളിൻ്റെ ഉദയമാണ് നമ്മൾ ഇതോടുകൂടി കാണുന്നത്. അദ്ദേഹം ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അദ്ദേഹം എങ്ങനെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊരു ഡിസിഷനാണോ എടുക്കുന്നത്, അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. We can see George, he was increasingly reliant on Sir Robert Walpole, but still had some problems with his ministers, and he tried to remove his ministers at his own will. Robert Walpole was actually afraid of being removed towards the end of George I's reign, but all those fears were put to an end because the king was died in the year 1727. 1727 ആകുമ്പോഴേക്കും സ്വന്തം രാജ്യം സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന, അത് നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള ജർമ്മനി സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ജോർജ് ഫസ്റ്റ് അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. സോ ഇതോടുകൂടി സർ റോബർട്ട് വാൾപോളിനുണ്ടായിരുന്ന ഒരു പേടി, തന്നെയും അധികാരത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ഒരു പേടി ഇതോടുകൂടി അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം, കാരണം കിങ് മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ അതോടുകൂടി ജോർജ് ഫസ്റ്റിൻ്റെ റീൻ അവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാം കിങ് ജോർജ് ഫസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അൺഒഫീഷ്യൽ പ്രൈം മിനിസ്റ്ററാണ് സർ റോബർട്ട് വാൾപോളിനെ നിങ്ങൾക്കിവിടെ കാണാം. മൂവിങ് ഓൺ, വി ഹാവ് ദ സെക്കൻഡ് മൊണാർക്ക് ഹിയർ, ദാറ്റ് ഇസ് ജോർജ് സെക്കൻഡ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡ് ഏത് മുതൽ ഏത് വരെയാണ്? 1727 മുതൽ 1760 വരെയുള്ളൊരു പീരീഡിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് അല്ലേ. He exercised little control over policy during his early reign, the government instead being controlled by Great Britain's first unofficial Prime Minister, Sir Robert Walpole. Sir Robert Walpole ആയിരുന്നു അക്കാലത്ത് അധികാരം നിയന്ത്രിച്ചിരുന്നത്. ആക്ച്വലി അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക്, അൺഒഫീഷ്യലായിട്ടാണെങ്കിൽ പോലും പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞിരുന്നു. Walpole retired in 1742 after over 20 years in office. അദ്ദേഹം 20 years അധികാരത്തിലിരുന്ന ശേഷം 1742 റിട്ടയർ ചെയ്യുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആര് വന്നു? അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ആളാണ് സ്പെൻസർ കോംപ്റ്റൺ. ഹി വാസ് ദ ഫസ്റ്റ് ഏൾ ഓഫ് വിൽമിംഗ്ടൺ. അദ്ദേഹത്തെ നമ്മൾ പറയുന്ന മറ്റു പേര് ലോർഡ് വിൽമിംഗ്ടൺ എന്നും പറയും. ലോർഡ് വിൽമിംഗ്ടൺ അദ്ദേഹം മരിക്കുന്നത് 1743 അതിനുശേഷം വരുന്നു ഹെൻറി പെൽഹാം. Okay. When George II ascended the throne, he shared his father's problem of having to fend off opposition from Jacobite supporters. നമ്മൾ കണ്ടു ജോർജ് ഫസ്റ്റിന് ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് ജാക്കബൈറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളത്, അല്ലെ, ഒരു ഒപ്പോസിഷനാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സെയിം ഇഷ്യൂ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. And we can see with 1745 seeing Bonnie Prince Charlie raise a strong army of rebellion in Scotland. This was famously crushed the following year in the notoriously bloody Battle of Culloden Moor എന്ന് പറയുന്ന വാറിൽ വെച്ചിട്ട് ഈ ബോണി പ്രിൻസ് ചാർലി ജോർജ് സെക്കൻഡിൻ്റെ അധികാരത്തെ അട്ടിമറിച്ചു കൊണ്ടുവരാൻ അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനാണ് ഈ പറയുന്ന ബോണി പ്രിൻസ് ചാർലി. അദ്ദേഹത്തിന് ഒരു ക്ലെയിം ഉണ്ട് ത്രോണിലേക്ക്. ആ ഒരു ക്ലെയിം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. തനിക്ക് അധികാരം വേണം എന്നുള്ള പേരിലൊരു കലാപമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാം ഈ ഒരു ബ്ലഡി വാറിലൂടെ, ബാറ്റിലൂടെ എന്ത് ചെയ്യുന്നു, അവിടെ ക്രഷ് ചെയ്യുന്നുണ്ട് അതിനെ. ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഇയേഴ്സ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിഗാൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. ആൻഡ് ബ്രിട്ടീഷ് ഡോമിനൻസ് ഇൻ ഇന്ത്യ ഇൻക്രീസ്ഡ് വിത്ത് ദ വിക്ടറീസ് ഓഫ് റോബർട്ട് ക്ലൈവ് അറ്റ് ദ ബാറ്റിൽ ഓഫ് ആർക്കോട്ട് ആൻഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. നമുക്കറിയാം റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ വളരെയധികം വിജയം നേടിയ 2 വാർസ് ആണല്ലേ, ബാറ്റിൽ ഓഫ് ആർക്കോട്ടും ബാറ്റിൽ ഓഫ് പ്ലാസിയും. ബാറ്റിൽ ഓഫ് ആർക്കോട്ട് ആർക്ക് തമ്മിലാണ്? നവാബ് ഓഫ് കർണാട്ടിക് റീജിയനും റോബർട്ട് ക്ലൈവും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ആർക്കോട്ട് നടക്കുന്നതെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി ആരുമായിട്ടാണ്? നവാബ് ഓഫ് ബംഗാൾ അല്ലേ, സിറാജ് ദൗളയുമായിട്ടാണ് റോബർട്ട് ക്ലൈവ് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ 1757 ഈ ഒരു വാർ നടക്കുന്നത്. ഓക്കെ, ഇത് ഏത് പീരീഡ് എന്ന് ഓർക്കണം? ജോർജ് സെക്കൻഡിൻ്റെ പീരീഡിലാണ് നടക്കുന്നതെന്നും നിങ്ങൾ ഓർക്കണം കേട്ടോ.
എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഇൻ മോഡേൺ ഹിസ്റ്ററി ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഫ്രം ആൻ അഗ്രേറിയൻ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എക്കണോമി ടു വൺ ഡോമിനേറ്റഡ് ബൈ ഇൻഡസ്ട്രി ആൻഡ് മെഷീൻ മാനുഫാക്ചറിങ്ങിനെയാണ് നമ്മൾ പൊതുവായിട്ട് ജനറലി ഡിഫൈനിങ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഒരു അഗ്രേറിയൻ ആയിട്ടുള്ള കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു എക്കണോമിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയും മെഷീൻ മാനുഫാക്ചറിങ്ങുമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എക്കണോമിയാക്കി മാറ്റുന്നു. അതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്? ഫ്രഞ്ച് റൈറ്റേഴ്സ് പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കുമുള്ള രീതിയിൽ കൊണ്ടുവരുന്ന പോപ്പുലറൈസ് ചെയ്യുന്ന ആരാണ്? ഇംഗ്ലീഷ് എക്കണോമിക് ഹിസ്റ്റോറിയനായിട്ടുള്ള അർണോൾഡ് ടോയിൻബി ആണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് എല്ലായിടത്തും പോപ്പുലറൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ജോർജ് സെക്കൻഡ്, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സും ഇവിടെ കാണാം. ഓക്കെ, മൂവിങ് ഓൺ, വി ഹാവ് ഹിയർ ജോർജ് തേർഡ്. ജോർജ് തേർഡ് വരുന്നത് 1760 മുതൽ 1820 വരെയുള്ള ഒരു പീരീഡാണ് അദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ജോർജ് തേർഡ് വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ജോർജ് സെക്കൻഡ്. ബിക്കോസ് ജോർജ് സെക്കൻഡ് മകൻ ഉണ്ടായിരുന്നത് അദ്ദേഹം നേരത്തെ തന്നെ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ, ജോർജ് സെക്കൻഡ് ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ജോർജ് തേർഡ് ആണ് ഇവിടെ അധികാരത്തിൽ വരുന്നത്. He was king of Great Britain and Ireland and the king of the United Kingdom of Great Britain and Ireland. ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡിൻ്റെ കിങ് ആയിരുന്നു. പിന്നീട് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡിൻ്റെയും കിങ് ആയി കേട്ടോ. അങ്ങനെ അദ്ദേഹം 1820 വരെ ഭരിച്ചു. George was the third British monarch of the House of Hanover, but the first to be born in Britain and use English as his first language. നമുക്കറിയാം ജോർജ് ഫസ്റ്റും ജോർജ് സെക്കൻഡും ജർമ്മൻ ജോർജസ് എന്ന് അറിയപ്പെടുന്നത്. അവർക്ക് ഇംഗ്ലീഷ് ഭാഷയില്ലായിരുന്നു, എല്ലാവർക്കും ജർമ്മൻ ഭാഷയാണ് വശമായിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ജോർജ് തേർഡ് ജനിക്കുന്നതും വളരുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ടങ് ഇംഗ്ലീഷായിട്ട് മാറി. സോ ഇത് ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം അല്ലേ. ആ രീതിയിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭരണം മുന്നോട്ട് കൊണ്ടുപോവാണ്. ഡ്യൂറിങ് ജോർജ് തേർഡ്സ് റെയിൻ ബ്രിട്ടീഷ് ലോസ്റ്റ് മെനി ഓഫ് ഇറ്റ്സ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക വിച്ച് ബിക്കെയിം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമുക്കറിയാം ഈ ഒരു പീരീഡിലാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ബ്രിട്ടൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ജോർജ് തേർഡിൻ്റെ റീൻ്റെ ടൈമിലാണ് നോർത്ത് അമേരിക്ക സ്വതന്ത്രമാകുന്നതും അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊരു പേര് സ്വീകരിച്ച് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നതും. പിന്നീട് നമുക്ക് കാണാം ഈ ജോർജ് തേർഡ് എന്ന് പറയുന്ന ആളിന് അദ്ദേഹത്തിന് കുറച്ച് മെൻ്റൽ ഇൽനെസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജോർജ് ഫോർത്താണ് ഈ ഒരു അധികാരം ഏറ്റെടുത്ത് റീജൻ്റ് എന്നുള്ള രീതിയിൽ അധികാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതവിടെ ഇരിക്കട്ടെ. ജോർജ് തേർഡ് എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ നിക് നെയിമാണ് ഫാർമർ ജോർജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ ഫോർ ഹിസ് പ്ലെയിൻ ഹോംലി ത്രിഫ്റ്റി മാനേഴ്സ് ആൻഡ് ടേസ്റ്റ് ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് പാഷനേറ്റ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചറിന് അദ്ദേഹം വളരെയധികം താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഫാർമർ ജോർജ് എന്നാണ് കേട്ടോ. 1763 ആകുമ്പോഴേക്കും നമുക്ക് കാണാം ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അണ്ടർ ജോർജ് തേർഡ് ഇഷ്യൂഡ് എ റോയൽ പ്രൊക്ലമേഷൻ ടു ലിമിറ്റ് ദ വെസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഓഫ് ദ അമേരിക്കൻ കോളനീസ്. The proclamation's goal was to force colonists to negotiate with the Native Americans for the lawful purchase of land. അതുപോലെ തന്നെ ഒരു സ്റ്റാമ്പ് ആക്റ്റും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഒരു റോയൽ പ്രൊക്ലമേഷനും സ്റ്റാമ്പ് ആക്റ്റും ഒക്കെ ചേർന്ന് വന്നപ്പോഴേക്കും അത് അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നു. അതിനോടൊപ്പം തന്നെ 1773 ആയപ്പോഴേക്കും ജനങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള, അതായത് ബ്രിട്ടീഷ് മൊണാർക്കിക്കെതിരെയുള്ള പ്രതിഷേധം എന്നോണം എന്ത് ചെയ്തു, ഒരുപാട് ടാക്സസ് ഒക്കെ ഇമ്പോസ് ചെയ്തായിരുന്നു കേട്ടോ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊരു കാര്യം നടക്കുന്നത്. 1773 ആയപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ. എന്ത് ചെയ്തു, 342 ക്രേറ്റ്സ് നിറയെയുള്ള ടീ എന്ത് ചെയ്തു, ബോസ്റ്റൺ ഹാർബറിൽ ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ വലിച്ചെറിഞ്ഞു. കടലിലേക്ക് അവർ ഈ ടീ ബോക്സസ് എല്ലാം തന്നെ വലിച്ചെറിഞ്ഞു. ഏകദേശം അത് കോസ്റ്റ് ചെയ്യുന്നത് $1 മില്യണിന് മുകളിൽ വിലയുള്ള ആ ടീ ആണ് അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുന്നത് കേട്ടോ. ലോർഡ് നോർത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ലോസ് വിച്ച് ഷട്ട് ഡൗൺ ദ പോർട്ട് ഓഫ് ബോസ്റ്റൺ. അദ്ദേഹം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം എന്ത് ചെയ്തു, ആ പോർട്ട് ഓഫ് ബോസ്റ്റൺ ലോക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് കാണാം 1775 ആയപ്പോഴേക്കും വാർ ബ്രോക്ക് ഔട്ട് ഇൻ അമേരിക്ക.
അമേരിക്കയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? യുദ്ധത്തിനൊടുവിൽ നമ്മൾ കാണുന്നു 1776 ആകുമ്പോഴേക്കും 1776 ജൂലൈ 4 നമുക്ക് കാണാം ദ കോളനീസ് ഡിക്ലെയർഡ് ദ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ക്രൗൺ. ബ്രിട്ടീഷ് ക്രൗണിൽ നിന്നും അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാം ഈ ജൂലൈ 4 എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത് കേട്ടോ. ആ ദിവസം ജോർജ് III ഇങ്ങനെ എഴുതി, നത്തിങ് ഇമ്പോർട്ടൻറ്റ് ഹാപ്പൻ ടുഡേ ഇൻ ഹിസ് ഡയറി. ഓക്കെ, 1783 ആയപ്പോഴും നമുക്ക് കാണാം ദ യുണൈറ്റഡ് കിങ്ഡം സൈൻ ദ ട്രീറ്റി ഓഫ് പാരീസ് റെക്കഗ്നൈസിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഉറപ്പായിട്ടും എന്ത് ചെയ്തു? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ആധിപത്യത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ബ്രിട്ടൻ എത്തിച്ചേരുകയും അതോടുകൂടി ട്രീറ്റി ഓഫ് പാരീസ് സൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് 1783 ആകുമ്പോഴേക്കുമാണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനൊരു വിടുതൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ട്രീറ്റി ഓഫ് പാരീസിലൂടെ എന്ത് ചെയ്യുന്നു? അമേരിക്ക എന്നൊരു രാജ്യത്തെ ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന രാജ്യത്തെ ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുവരെ ക്ലിയർ ആണേ? നിങ്ങൾക്കിവിടെ കാണാം ജോർജ് III താഴെ നിങ്ങൾക്ക് കാണാം അമേരിക്കൻസ് ത്രോയിങ് ദ കാർഗോസ് ഓഫ് ടീ ഷിപ്സ് ഇൻ ടു ദ റിവർ അറ്റ് ബോസ്റ്റൺ. അതുപോലെ നിങ്ങൾക്ക് 4th ജൂലൈ നിങ്ങൾക്ക് കാണാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ജോർജ് IV റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1820 മുതൽ 1830 വരെയാണ്. The Regency, which is the name given to this period, started in 1811 and ended with George III's death in 1820. Actually ഈ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ജോർജ് IVൻ്റെ ആ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1811 നമുക്കറിയാം. ബിക്കോസ് ജോർജ് IIIന് കുറച്ച് മെൻ്റൽ ഇൽനെസ് ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജോർജ് IV അധികാരം ഏറ്റെടുത്ത് റീജൻ്റായിട്ട് അധികാരം നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത് ഒഫീഷ്യലി അദ്ദേഹം മരിക്കുന്നതോടുകൂടി, അതായത് ജോർജ് III മരിക്കുന്നതോടുകൂടി ഒഫീഷ്യലി കിങ് ആയിട്ട് ജോർജ് IV വരികയും 1820 മുതൽ അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് മാർക്ക്ഡ് ബൈ വിക്ടറി ഇൻ ദ നെപ്പോളിയോണിക് വാർസ് ഇൻ യൂറോപ്പ്. ഈ ഒരു കാലഘട്ടത്തിലാണ് യൂറോപ്പിലെ നെപ്പോളിയോണിക് വാർസ് നടക്കുന്നത്. നെപ്പോളിയൻ അറിയാം, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്രഞ്ച് റൂളറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്രഞ്ച് റൂളറായി മാറുന്നു അല്ലേ. നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? ഒരു റൂളറായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ജോർജ് IV ഹി വാസ് എ സ്റ്റബോൺ മൊണാർക്കാണ്. ഓഫൻ ഇൻ്റർഫിയർഡ് ഇൻ പൊളിറ്റിക്സ്. ഫോർ മോസ്റ്റ് ഓഫ് ജോർജസ് റീജൻസി ആൻഡ് റെയിൻ ലോർഡ് ലിവർപൂൾ കൺട്രോൾഡ് ദ ഗവൺമെൻറ് ആസ് പ്രൈം മിനിസ്റ്റർ. ഈ ജോർജ് IV പീരീഡിൽ മിക്കവാറുമുള്ള സമയത്തെല്ലാം തന്നെ ആ ഒരു റെയിനെ കൺട്രോൾ ചെയ്തത് ലോർഡ് ലിവർപൂൾ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. George is often remembered largely for the extravagant lifestyle that he maintained as prince and monarch. രാജകുമാരനായിരുന്നപ്പോഴും പിന്നീട് ഒരു മൊണാർക്കായി മാറിയപ്പോഴും ഒക്കെ അദ്ദേഹം നയിച്ചിരുന്ന ഒരു ആഡംബര ജീവിതമാണ് നമ്മൾ ജോർജ് IV കുറിച്ച് ഓർക്കുമ്പോൾ ശ്രദ്ധേയമായിട്ട് വരുന്നത്. He was a patron of new forms of leisured style and taste and was responsible for the building of the Royal Pavilion in Brighton. ബ്രൈറ്റനിലെ റോയൽ പവിലിയൻ നിർമ്മിക്കാൻ ഇദ്ദേഹമാണ് മുൻകൈയെടുത്തത്. You can see George IV died in 1830 and he was buried in Windsor Castle. വിൻസർ കാസിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ എൽഡസ്റ്റ് ബ്രദറും ഒക്കെ നേരത്തെ മരിച്ചതുകൊണ്ട് നെക്സ്റ്റ് റൂളറായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള വില്യം ഡ്യൂക്ക് ഓഫ് ക്ലാരൻസ് ആണ്. ഓക്കെ, അടുത്ത റൂളർ എന്ന് പറയുന്നത് വില്യമാണ്. നോക്കാം, വില്യം IV ആണ് നെക്സ്റ്റ് അധികാരത്തിൽ വരുന്നത് കേട്ടോ. 1830 മുതൽ 1837 വരെയുള്ളൊരു പീരീഡിലാണ് വില്യം IV റൂൾ ചെയ്യുന്നത്. യു ക്യാൻ സീ ഹിസ് റെയിൻ വാസ് വൺ ഓഫ് സെവറൽ റീഫോംസ്. ഒരുപാട് റീഫോംസ് ഒക്കെ കൊണ്ടുവന്ന റൂളറാണ് ഇദ്ദേഹം. You can see the poor law was updated, municipal government was made democratic, child labor was restricted and the slavery was abolished throughout the British Empire. അപ്പോൾ സ്ലേവറി അബോളിഷ് ചെയ്യുന്നു, ചൈൽഡ് ലേബർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, മുനിസിപ്പൽ ഗവൺമെൻറ് ഡെമോക്രാറ്റിക് ആക്കുന്നു, പുവർ ലോയെ അപ്ഡേറ്റ് ചെയ്തു. ഇത്തരത്തിൽ വില്യം IV ജനോപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 1832 അദ്ദേഹം കൊണ്ടുവന്ന റീഫോം ആക്ടിലൂടെ ബ്രിട്ടീഷ് ഇലക്ട്രൽ സിസ്റ്റത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് റീഫാഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
William did not meddle in politics as much as either his brother or his father, though he did prove to be the last monarch to appoint a prime minister contrary to the will of Parliament in 1834. അതായത് പാർലമെൻറ്റിൻ്റെ മാത്രം ഒരു തീരുമാനം അനുസരിച്ചല്ല, അദ്ദേഹത്തിൻ്റെ കൂടി ഒരു തീരുമാനത്തിന് പുറത്തൊരു പ്രൈം മിനിസ്റ്ററിനെ അദ്ദേഹം തിരഞ്ഞെടുത്തു 1834 അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം ജോർജ് ഫോറിൻ്റെ പിക്ചർ കാണാം, വില്യം ഫോറിൻ്റെയും പിക്ചർ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നു, അതായത് ഹനോവേറിയൻ റൂളേഴ്സിലെ ലാസ്റ്റ് റൂളറാണ് ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത്. ക്വീൻ വിക്ടോറിയയുടെ റീൻ എന്ന് പറയുന്നത് ഇറ്റ് ലാസ്റ്റഡ് മോർ ദാൻ 63 years, longer than that of any other British monarch. 1837 അധികാരത്തിൽ കയറിയ വിക്ടോറിയ മരിക്കുമ്പോഴാണല്ലോ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത്. 1901 വരെ അവർ ഭരിച്ചിരുന്നു. അപ്പോൾ 63 years അവർ ഭരിക്കുന്നുണ്ട്. The reign of Victoria was marked by a great expansion of the British Empire. ക്വീൻ വിക്ടോറിയയുടെ ടൈമിൽ ബ്രിട്ടീഷ് എംപയർ ഒരുപാട് എന്ത് ചെയ്യുന്നു, വികസിക്കുന്നുണ്ട് കേട്ടോ. ഈവൻ ഇന്ത്യയിൽ പോലും അവർ എംപ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. The Victorian era was at the height of the Industrial Revolution, a period of significant social, economic and technological change in the United Kingdom. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിൻ്റെ പീക്കിലാണ്. ഒപ്പം തന്നെ സോഷ്യലും എക്കണോമിക്കും അതുപോലെ ടെക്നോളജിക്കൽ വൈസും ഒക്കെ തന്നെ ബ്രിട്ടൻ അതിൻ്റെ ഉന്നതിയിലാണ്, ജെനിത്തിലാണ് ഇപ്പോൾ ഉള്ളത്. In that period, the United Kingdom became the largest superpower in the world had ever seen. ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ പവറായിട്ട് ആര് മാറുന്നുണ്ട്? ബ്രിട്ടൻ മാറുന്നുണ്ട്. ആരുടെ ടൈമിലാണ്? ക്വീൻ വിക്ടോറിയയുടെ ടൈമിലാണിത് സംഭവിക്കുന്നതെന്ന് മറക്കരുത്. Queen Victoria was the last monarch of the House of Hanover, as her son and successor belonged to House of Saxe-Coburg and Gotha. ഓക്കെ, ഇവരാണ് ഈ ഒരു റൂളിംഗ് ഹൗസിലെ ലാസ്റ്റ് റൂളർ. ഹനോവേറിയൻ ഹൗസിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയ ആണ്. അതിനുശേഷം വരുന്ന റൂളർ എന്ന് പറയുന്നത് അവരുടെ മകൻ. അവർ വരുന്നത് ഹൗസ് ഓഫ് സാക്സ്-കോബർഗ് ആൻഡ് ഗോഥ എന്ന് പറയുന്ന ഒരു ഹൗസിലാണ് കേട്ടോ. നമുക്ക് കാണാം ഇൻ ദ 1840s ദ പ്രൈം മിനിസ്റ്റർ റോബർട്ട് പീൽ, അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ഹി ഫേസ്ഡ് എ ക്രൈസിസ് ഇൻവോൾവിംഗ് ദ അബോളിഷൻ ഓഫ് ദ കോൺ ലോസ് വിച്ച് ഇമ്പോസ്ഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൺ ഗ്രെയിൻ. കോൺസില്ലേ, ബ്രിട്ടീഷ് കോൺസ് എന്ന് പറയുന്ന ആ കോണില്ല, അവരെന്ത് ചെയ്തു, ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തിരുന്നു കേട്ടോ. ഇമ്പോർട്ട് ടാക്സസ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ അബോളിഷ് ചെയ്യുന്ന കാര്യത്തിൽ റോബർട്ട് പീൽ എന്ത് ചെയ്യുന്നു, ഒരു ഫേസ്ഡ് എ ക്രൈസിസ്, അദ്ദേഹത്തിന് ഒരു പ്രശ്നം നേരിട്ടു. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ റിസൈൻ ചെയ്യുന്നുണ്ട്. 1846 ആയപ്പോഴും റിസൈൻ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദ കോൺ ലോസ് ഡിഡ് ഗെറ്റ് അബോളിഷ്ഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാലം, അതായത് ഈ കോൺ ലോസ് അബോളിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, റിസൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം വരുന്ന ലോർഡാണ്, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററാണ് ലോർഡ് ജോൺ റസൽ. നമുക്ക് കാണാം ഇൻ 1845 ആയപ്പോഴും അയർലൻഡ് വാസ് ഹിറ്റ് ബൈ എ പൊട്ടാറ്റോ ബ്ലൈറ്റ് ദാറ്റ് ഓവർ 4 years caused the lives of over 1 million Irish people and saw the immigration of another million. This disaster is now known as the Irish potato famine. നമുക്കറിയാം ബ്ലൈറ്റ് എന്നൊരു അസുഖമാണ് അല്ലെ, ചെടികൾക്ക് വരുന്നൊരു അസുഖമാണ്, ഭക്ഷ്യവിളകൾക്ക് വരുന്നൊരു അസുഖമാണ് ബ്ലൈറ്റ് രോഗം. ഇത് പൊട്ടറ്റോയെ ബാധിക്കുകയും ഇതിലൂടെ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ഒരുപാട് ജനങ്ങൾ ഇത് കാരണം മരിക്കുകയും ഒരുപാട് പേര് നാട് വിട്ട് പോകേണ്ട ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഐറിഷ് പൊട്ടാറ്റോ ഫാമിൻ. അയർലൻഡിനെയാണ് ഇത് ബാധിച്ചത്. നമുക്കറിയാം ബ്രിട്ടൻ്റെ ഭാഗമാണല്ലോ അയർലൻഡ്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് മൊണാർക്കിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കേണ്ടതാണ്. ഓക്കെ, ഇൻ 1851 ദ ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് 1851 ഹെൽഡ്. ഓക്കെ, ഈ ഒരു പീരീഡ് നടക്കുന്ന ഏറ്റവും വലിയൊരു ഈവൻ്റാണ് ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് 1851. It was organized by Prince Albert. The exhibition was officially opened by the Queen on 1st May. It proved an incredible success, with its profits being used to start up the Victoria and Albert Museum. ഈ ഒരു എക്സിബിഷനിൽ നിന്ന് കിട്ടിയ ഒരു പ്രോഫിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് The United Kingdom joined the Crimean War in 1854 on the side of the Ottoman Empire and against Russia. ക്രിമിയൻ വാർ നമുക്കറിയാം, ക്രിമിയ റഷ്യ ഒക്കെ ഇൻവോൾവ് ആണ്. നമുക്കറിയാം ഒട്ടോമൻ എംപയറിൻ്റെ ആ ഒരു സൈഡ് എടുത്തുകൊണ്ടാണ് ബ്രിട്ടൻ ഈ ഒരു യുദ്ധത്തിൽ ഇടപെടുന്നത്. ഒട്ടോമൻ എംപയറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ബ്രിട്ടൻ പെരുമാറുന്നത്, അതിനിടപെടുന്നത്. എഗൻസ്റ്റ് റഷ്യ ആയിരുന്നു കേട്ടോ. It was after this war that Victoria instituted the Victoria Cross, an award for valor.
ധീരതയ്ക്കുള്ളൊരു അവാർഡ് എന്ന രീതിയിൽ വിക്ടോറിയ ക്രോസ് നൽകുന്നത് ആ ഒരു യുദ്ധത്തിന് ശേഷമാണ്. ക്രിമിയൻ വാറിൽ ഉള്ള ധീരന്മാരെ അല്ലെങ്കിൽ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വിക്ടോറിയ ക്രോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആസ് എൻ അവാർഡ് ഫോർ വാലർ. നമുക്ക് കാണാം 1868 ആയപ്പോഴും ദ കൺസർവേറ്റീവ് ബെഞ്ചമിൻ ഡിസ്രേലി ബിക്കെയിം പ്രൈം മിനിസ്റ്റർ. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ബെഞ്ചമിൻ ഡിസ്രേലി പ്രധാനമന്ത്രിയാവുകയും ഈ സമയത്ത് ഈ നമ്മുടെ ക്വീൻ വിക്ടോറിയയുടെ വളരെ വളരെ അടുത്ത വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹി വാസ് സൂൺ റീപ്ലേസ്ഡ് ബൈ വില്യം ഗ്ലാഡ്സ്റ്റൺ. പക്ഷേ ഈ ഗ്ലാഡ്സ്റ്റണും ക്വീൻ വിക്ടോറിയയും അത്ര നല്ല ടേംസിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1876 ആയപ്പോഴേക്കും നമുക്ക് കാണാം പാർലമെൻറ്റ് ഗേവ് ദ ക്വീൻ ദ അഡീഷണൽ ടൈറ്റിൽ ദ എംപ്രസ് ഓഫ് ഇന്ത്യ. ബിക്കോസ് നമുക്ക് കാണാം 1757 ശേഷം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആധിപത്യം വല്ലാത്ത രീതിയിൽ വളർന്നു. ഓക്കെ, അതായത് ഇന്ത്യൻ മണ്ണിൽ ബ്രിട്ടീഷ് കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഒപ്പം തന്നെ ബ്രിട്ടീഷ് റൂളിനും ഇമ്പീരിയലിസത്തിനും നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവുകയും അതിലൂടെ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞി, ഒരു എംപ്രസ്, ഇന്ത്യയുടെ ചക്രവർത്തിനി എന്ന രീതിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ കിരീടത്തിലൊരു പുതിയ പൊൻതൂവൽ കൂടിയായിരിക്കുകയാണ് അല്ലേ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന പട്ടം. Disraeli's period as Prime Minister ended in 1880 and Gladstone became Prime Minister again. Introduced the Representation of the People Act in 1884, which considerably increased the electorate. നമുക്ക് കാണാം ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1884 വരുമ്പോൾ ഇലക്ട്രേറ്റിൽ അത് വലിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. പക്ഷേ സൂൺ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗ്ലാഡ്സ്റ്റൻ്റെ ഗവൺമെൻറ് ഫെൽ ഡൗൺ ചെയ്യുന്നുണ്ട്, ആ ഗവൺമെൻറ് വീഴുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു അനിശ്ചിതത്വത്തിന് ശേഷം നമുക്ക് കാണാം ഗ്ലാഡ്സ്റ്റൺ പിന്നെയും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് 1886 ആകുമ്പോൾ. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഐറിഷ് ഹോം റൂൾ ബില്ല് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വിക്ടോറിയ രാജ്ഞിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ബിക്കോസ് ഷീ ബിലീവ്ഡ് ഇറ്റ് വുഡ് അണ്ടർമൈൻ ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയറിനെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ നടക്കാൻ പറ്റിയൊരു കാര്യമാണ് അയർലൻഡിന് സ്വന്തമായിട്ടൊരു പാർലമെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലെ ഒരു മൂവ്മെൻറ്റിനെ ക്വീൻ വിക്ടോറിയ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ ഒരു ബില്ലും എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് ഓഫ് കോമൺസിൽ റിജക്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഗ്ലാഡ്സ്റ്റൺ റിസൈൻ ചെയ്യുകയും ചെയ്യുന്നു. അലോവിങ് വിക്ടോറിയ ടു റീ അപ്പോയിൻറ്റ് ലോർഡ് സാലിസ്ബറി ആസ് പ്രൈം മിനിസ്റ്റർ. നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ലോർഡ് സാലിസ്ബറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് ആക്റ്റായിട്ട് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കിയിട്ടില്ല. ഡ്യൂറിങ് വിക്ടോറിയാസ് ലാസ്റ്റ് ഇയേഴ്സ് ദ യുണൈറ്റഡ് കിങ്ഡം വാസ് ഇൻവോൾവ് ഇൻ ദ സെക്കൻഡ് ബുവർ വാർ വിച്ച് റിസീവ്ഡ് ദ എന്തൂസിയാസ്റ്റിക് സപ്പോർട്ട് ഓഫ് ദ ക്വീൻ. സെക്കൻഡ് ബുവർ വാറിന് ക്വീനിൻ്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ റൂളിംഗ് പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്നത്. 1901 ആയപ്പോഴേക്കും ക്വീൻ മരിക്കുന്നുണ്ട്. അതോടുകൂടി ഹാനോവിയറിയൻ റൂൾ അവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പുതിയ സെറ്റ് ഓഫ് റൂളേഴ്സിനെയാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാവുന്ന പിക്ചറൂടെ നോക്കിക്കുക, അതുകൂടെ നോക്കിയിട്ട് പോകാം. നമുക്ക് ക്വീൻ വിക്ടോറിയയുടെ പിക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ താഴെ കാണുന്നത് ഗ്രേറ്റ് എക്സിബിഷൻ്റെ അനുബന്ധിച്ചുള്ള പിക്ചേഴ്സാണ്. മൂവിങ് ഓൺ, പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉറപ്പായിട്ടും ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ബെൽ ഐക്കണോട് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.